നമസ്കാരം. ആരംഭിക്കുന്നു പ്രധാന വാർത്തകൾ വിശദമായി നോക്കാം. ഇറാനെതിരായ പ്രത്യാക്രമണവുമായി ബന്ധപ്പെട്ട ഇസ്രയേലും അമേരിക്കയും തമ്മിലെ ഭിന്നത രൂക്ഷം. അമേരിക്കയിലേക്കുള്ള പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിന്റെ യാത്ര നെതന്യാഹു വിലക്കി. ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേൽ സുരക്ഷാ സമിതി യോഗം തീരുമാനിച്ചെങ്കിലും തുടർ പ്രത്യാഘാതങ്ങൾ നേരിടാൻ അമേരിക്കൻ സഹായം മതിയെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട്. അതിനിടെ ലബനാന് നേരെ വ്യാപക ആക്രമണ മുന്നറിയിപ്പുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു. ഗസയുടെ അതേ അനുഭവം ലബനാനും ഉണ്ടാകുമെന്ന നെതന്യാഹു. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ളയുടെ പിൻഗാമി ഹാഷിം സഫീദിനെ വധിച്ചതായും നെതന്യാഹു അറിയിച്ചു. വിവരങ്ങൾ നൽകാൻ MC നാസർ ചേരുന്നുണ്ട്. നാസർ, ഇപ്പോൾ ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള ഭിന്നതയ്ക്ക് കാരണം എന്താണ്? രശ്മ, നമുക്കറിയാൻ സാധിച്ചതുപോലെ തന്നെ നേരത്തെ ഇറാൻ നടത്തിയിരിക്കുന്ന ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ ഇസ്രായേൽ നേതൃത്വം കഴിഞ്ഞ ദിവസം തന്നെ തീരുമാനിച്ചിരുന്നു. ഇന്ന് വൈകിട്ട് ചേർന്ന സുരക്ഷാ സമിതി യോഗവും അതുമായി ബന്ധപ്പെട്ട പ്രത്യാക്രമണം എത്രയും പെട്ടെന്ന് തന്നെ നടത്താനുള്ളൊരു തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിനും പിന്നാലെയാണ് ഇന്ന് രാത്രി പുറപ്പെടേണ്ടിയിരുന്ന പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനോട് അമേരിക്കൻ സന്ദർശനം മാറ്റിവെക്കാൻ നെതന്യാഹു ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ യാത്ര മാറ്റിവെച്ചത് ായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇസ്രായേൽ മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. നാളെ വൈകിട്ടായിരുന്നു അമേരിക്കയിലെ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനുമായിട്ട് യോവ് ഗാലന്റിൻ്റെ കൂടിക്കാഴ്ച. അത് ഏറ്റവും നിർണായകമായിരുന്നു. കാരണം ഇറാനെതിരെ ഒരു ആക്രമണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറാൻ്റെ ഭാഗത്തു നിന്ന് പ്രതിരോധമുണ്ടാവും. അത്തരമൊരു പ്രത്യാക്രമണം വരുമ്പോൾ ഒരു മേഖലാ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകും. അങ്ങനെ വരുമ്പോൾ ഏത് അർത്ഥത്തിലുള്ള സഹകരണമായിരിക്കണം തങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് ലഭിക്കേണ്ടത് എന്ന് സംബന്ധിച്ച് വിശദമായിട്ടുള്ളൊരു നിർദ്ദേശങ്ങളും റിപ്പോർട്ടും തന്നെ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അമേരിക്ക പ്രധാനമായിട്ടും പ്രസിഡന്റ് ബൈഡൻ ഉൾപ്പെടെയുള്ളവർ, നെതന്യാഹു ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഒരു നിലയ്ക്കും ആക്രമിക്കരുത്. അതോടൊപ്പം തന്നെ ഈ പ്രത്യാക്രമണം നടത്താനുള്ള ഇസ്രായേലിൻ്റെ അവകാശം തങ്ങൾ ശരിവെക്കുന്നു. പക്ഷേ ഒരിക്കൽ പോലും ഈ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് ആ പ്രത്യാക്രമണത്തിൻ്റെ ഭാഗമായിട്ട് നീങ്ങരുത്. അങ്ങനെ നീങ്ങുകയാണെങ്കിൽ ആണവ കേന്ദ്രവും സിവിലിയൻ കേന്ദ്രങ്ങളും ഇത് രണ്ടിലേക്കും വരികയാണെങ്കിൽ അത് വ്യാപകമായിട്ടുള്ള ഒരു മേഖലാ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അത്തരമൊരു സാഹചര്യം രൂപപ്പെടുത്തരുതെന്ന് ബൈഡൻ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ അത് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും അദ്ദേഹത്തിന് തൃപ്തികരമായിട്ടില്ല. അതുകൊണ്ടാണ് യോവ് ഗാലന്റിനോട് ബൈഡനുമായിട്ട് താൻ വ്യക്തിപരമായിട്ട് സംസാരിക്കുന്നുണ്ട്, അതിനുശേഷം മാത്രം അമേരിക്കയിലേക്കുള്ള യാത്ര മതി എന്ന ഒരു നിർദ്ദേശം നെതന്യാഹു നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെയാണ് ലബനാനെതിരെ കൂടുതൽ വ്യാപകമായിട്ടുള്ള ഒരു ആക്രമണ നീക്കവുമായിട്ട് നെതന്യാഹു ഇപ്പോൾ ഒരു വീഡിയോ സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത്. ലബനാൻ ജനതയോട് നിർദ്ദേശിച്ചിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തങ്ങളുടെ തീരുമാനങ്ങൾ, തങ്ങളുടെ നടപടികളുമായിട്ട് സഹകരിക്കേണ്ടതുണ്ട്. ഹിസ്ബുള്ളയെ പൂർണ്ണമായി തന്നെ അമർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി തങ്ങൾ മുന്നോട്ട് പോകും. ഗസയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ എന്ത് സംഭവിച്ചോ അതുതന്നെയാണ് ഇനി ലബനാനെയും കാത്തിരിക്കുന്നത് എന്ന വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രതികരണം കൂടിയാണ് ഈ വീഡിയോയിലൂടെ നെതന്യാഹു മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നാവിക സേനയെ കൂടി രംഗത്തിറക്കിക്കൊണ്ട് ലബനാനെതിരെയുള്ള വ്യാപകമായിട്ടുള്ള ഒരു ആക്രമണത്തിലേക്കാണ് നെതന്യാഹു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർ പ്രതികരണങ്ങൾ വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നെതന്യാഹു നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഹസൻ നസ്രുള്ളയുടെ പിൻഗാമിയായിട്ട് വന്ന നേതാവിനെ കൂടി തങ്ങൾ വധിച്ചതായിട്ടുള്ള ഒരു പ്രഖ്യാപനം കൂടി ഔദ്യോഗികമായി തന്നെ നെതന്യാഹു നടത്തുന്നത്. ആദ്യമായിട്ടാണ് അത്തരമൊരു പ്രഖ്യാപനം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ സൊഫിയുദ്ദീനുമായിട്ട് ബന്ധപ്പെടാൻ തങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് ഹിസ്ബുള്ള നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ വധിച്ചു എന്ന ഔദ്യോഗികമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും അവസാനമായിട്ട് മേഖലയിലെ രാജ്യങ്ങൾ, പ്രധാനമായിട്ടും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് തിരക്കിട്ട കൂടിയാലോചനകൾ തുടരുകയാണ്. കാരണം ഇറാനെതിരെ ഒരു പ്രത്യാക്രമണം ഇസ്രായേൽ നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വ്യാപ്തിയുള്ള ഒരു യുദ്ധത്തിലേക്ക്, മേഖലാ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അത്തരമൊരു സാഹചര്യം മേഖലയിലെ അമേരിക്കയുടെയും ഗൾഫ് രാജ്യങ്ങളുടെയും താല്പര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് അത്തരം നീക്കങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കണമെന്ന് സൗദി പ്രതിരോധ മന്ത്രി അല്പം മുമ്പ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറിയുമായിട്ട് നടത്തിയ ചർച്ചയിൽ ആവശ്യപ്പെട്ട MC നാസറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വിവരം, ഇറാനെതിരായ പ്രത്യാക്രമണവുമായി ബന്ധപ്പെട്ട ഇസ്രയേലും അമേരിക്കയും തമ്മിൽ കടുത്ത ഭിന്നത എന്നുള്ളതാണ്. അമേരിക്കയിലേക്കുള്ള പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിന്റെ യാത്ര നെതന്യാഹു വിലക്കി എന്നുള്ള വിവരം വരുന്നു. ഇറാനെ ആക്രമിക്കാൻ
ഇസ്രയേൽ സുരക്ഷാ സമിതി യോഗം തീരുമാനിച്ചെങ്കിലും തുടർ പ്രത്യാഘാതങ്ങൾ നേരിടാൻ അമേരിക്കൻ സഹായം മതിയെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട്. ഒമാനിൽ നിയമമേഖലയിലെ തൊഴിലുകളും പൂർണ്ണമായും സ്വദേശിവൽക്കരിക്കുന്നു. വിദേശികളുടെ പങ്കാളിത്തത്തിൽ നടത്തുന്ന നിയമ സ്ഥാപനങ്ങൾ 3 വർഷത്തിനുള്ളിൽ സ്വദേശിവൽക്കരിക്കണമെന്നാണ് ഉത്തരവ്. വിദേശികൾ മാത്രം നടത്തുന്ന നിയമസ്ഥാപനങ്ങൾ, ലീഗൽ കൺസൾട്ടൻസി എന്നിവ 1 വർഷത്തിനുള്ളിൽ ഈ നിയമം നടപ്പാക്കണം. ഇത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശികൾക്ക് 1 വർഷം വരെ തുടരാവുന്നതാണ്. ഈ കാലയളവിൽ ഇത്തരം സ്ഥാപനങ്ങളുടെ ഷെയറുകൾ കൈമാറ്റം ചെയ്യുന്നതും നിരോധിച്ചിട്ടുണ്ട്. മന്ത്രിമാർ, സ്റ്റേറ്റ് കൗൺസിൽ, മജ്ലിസ് ഷൂറ, പബ്ലിക് പ്രോസിക്യൂഷൻ, സ്റ്റേറ്റ് ഭരണമേഖല, കമ്പനികൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ വക്കീലായോ നിയമോപദേഷ്ടാവായോ ജോലി ചെയ്യുന്നവർക്ക് ആ മേഖലയിൽ പൂർണ്ണമായി ജോലി ചെയ്യാൻ കഴിയില്ല. ഈ വിഭാഗക്കാർ പ്രാക്ടീസ് ചെയ്യാത്ത വക്കീലന്മാർ, പ്രാക്ടീസ് ചെയ്യാത്ത നിയമോപദേഷ്ടാക്കൾ എന്ന പേരിലാണ് അറിയപ്പെടുക. എന്നാൽ വിദേശി വക്കീലന്മാർക്ക് കൺസൾട്ടിംഗ് ഓഫീസുകൾ തുറക്കാൻ അനുവാദമുണ്ട്. ഇത് വിദേശികൾക്ക് സ്വന്തമായോ ഒമാനികളുടെ പങ്കാളിത്തത്തോടെയോ നടത്താൻ കഴിയും. വക്കീലന്മാരുടെയോ നിയമോപദേഷ്ടാക്കളുടെയോ വിഷയത്തിൽ നിലവിൽ നടപ്പിലാക്കുന്ന നിയമം ലംഘിക്കുന്നവർക്ക് 6 മാസം മുതൽ 3 വർഷം വരെ തടവും 300 റിയാൽ മുതൽ 1000 റിയാൽ വരെ പിഴയും ശിക്ഷയായി ലഭിക്കും. ബന്ധപ്പെട്ട പാർട്ടികൾക്ക് വേണ്ടി ഹാജരാവുക, കോടതിയിൽ ഇത്തരക്കാരെ പ്രതിനിധീകരിക്കുക, പബ്ലിക് പ്രോസിക്യൂഷൻ, ഒമാനിലെ നിയമ ബോഡികൾ, തെളിവുകൾ ശേഖരിക്കുക തുടങ്ങിയവ നിയമജോലികളിൽ ഉൾപ്പെട്ടതാണ്. അതോടൊപ്പം ആവശ്യമുള്ളവർക്ക് നിയമോപദേശം നൽകുക, ആവശ്യമുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ രേഖകൾ ശരിയാക്കി കൊടുക്കുക എന്നിവയും കമ്പനികൾ സ്ഥാപിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ നടത്തുക എന്നിവയും നിയമജോലികളായി പരിഗണിക്കപ്പെടുന്നതാണ്. മീഡിയ 1, മസ്കത്ത്. വേതനം ലഭിക്കാത്ത സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിദേശ തൊഴിലാളികൾക്ക് പരമാവധി 17,500 റിയാൽ വരെ നഷ്ടപരിഹാരം ലഭിക്കും. തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായി പ്രഖ്യാപിച്ച സൗദിയിലെ പുതിയ ഇൻഷുറൻസ് പദ്ധതിയിലെ വിശദാംശങ്ങളിലാണ് ഇക്കാര്യം പറയുന്നത്. സ്ഥാപനം പൂട്ടിയതോടെ കുടുങ്ങിയവർക്കും 6 മാസത്തിലേറെ ശമ്പളം മുടങ്ങിയവർക്കുമാണ് ഇതിന്റെ ഗുണം ലഭിക്കുക. വിദേശ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായാണ് പുതിയ ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇതുപ്രകാരം ഒരു തൊഴിലാളിക്ക് പരമാവധി ലഭിക്കുന്ന നഷ്ടപരിഹാരം 17,500 റിയാലായിരിക്കും. എല്ലാ ആനുകൂല്യങ്ങളും ഉൾപ്പെടെ ഇത്ര തുക മാത്രമേ ഇൻഷുറൻസിൽ അനുവദിക്കൂ. സ്ഥാപനം പൂട്ടിപ്പോയാലോ 6 മാസത്തോളം ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത വിധം നഷ്ടത്തിലായാലോ ഇൻഷുറൻസിന് തൊഴിലാളിക്ക് അപേക്ഷിക്കാം. സ്ഥാപനത്തിലെ 80% ജീവനക്കാർക്കും ശമ്പളം 6 മാസത്തോളം മുടങ്ങിയാലേ ഇൻഷുറൻസ് ലഭ്യമാകൂ. നഷ്ടപരിഹാരം ലഭിക്കാൻ വിദേശ തൊഴിലാളി സൗദി അറേബ്യ വിടണമെന്ന് വ്യവസ്ഥയില്ല. മറ്റൊരു സ്ഥാപനത്തിന്റെ പേരിലേക്ക് സ്പോൺസർഷിപ്പ് മാറിയാലും ഇത് ലഭിക്കും. സ്വദേശത്തേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന തൊഴിലാളിക്ക് ഇക്കോണമി ക്ലാസ് ടിക്കറ്റ് 1000 റിയാലിൽ കവിയാത്ത തുകയായി നൽകും. ഇതിന് ഫൈനൽ എക്സിറ്റ് രേഖകൾ സമർപ്പിക്കണം. താൽക്കാലിക ജോലിക്കാർ, ഹൌസ് ഡ്രൈവർമാർ, സ്പോർട്സ് ക്ലബിലുള്ളവർ, സ്ഥാപന ഉടമയുടെ കുടുംബാംഗങ്ങൾ എന്നിവർക്ക് ഇത് ലഭ്യമാകില്ല. തൊഴിലാളികൾ ഇൻഷുറൻസിന് അപേക്ഷ നൽകിയാലും ഇതിനെതിരെ തൊഴിലുടമക്ക് അപ്പീൽ നൽകാം. എന്നാൽ എപ്പോൾ തുക നൽകുമെന്ന കാര്യം ബോധ്യപ്പെടുത്തേണ്ടി വരും. മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയത്തിന് കീഴിലാണ് പുതിയ ഇൻഷുറൻസ് പദ്ധതി. മീഡിയ 1, റിയാദ്. ഒമാനിൽ ദീർഘകാല വിസ ലഭിച്ചവർക്ക് പുതിയ രൂപത്തിലുള്ള റെസിഡന്റ് കാർഡ് ലഭിച്ചു തുടങ്ങി. ഇൻവെസ്റ്റർ കാർഡ് എന്ന പേരിൽ ഗോൾഡൻ നിറത്തിലാണ് പുതിയ റെസിഡന്റ് കാർഡ്. വിദേശികളായ നിക്ഷേപകർ, വ്യത്യസ്ത മേഖലയിൽ വൈദഗ്ധ്യം തെളിയിച്ചവർ എന്നിവർക്കാണ് വിസ നൽകിയിരിക്കുന്നത്. UAE ഗോൾഡൻ വിസ പദ്ധതിക്ക് സമാനമായാണ് ഒമാൻ നിക്ഷേപകരെ ആകർഷിക്കാനുള്ള ദീർഘകാല വിസ പദ്ധതിക്ക് തുടക്കമിട്ടത്. നിക്ഷേപകരുൾപ്പെടെ മലയാളികളടക്കം ഇതിനകം നിരവധി പ്രവാസികളാണ് ഒമാനിൽ ദീർഘകാല വിസ സ്വന്തമാക്കിയത്. വിദേശികളായ നിക്ഷേപകർ, വ്യത്യസ്ത മേഖലയിൽ വൈദഗ്ധ്യം തെളിയിച്ചവർ എന്നിവർക്കാണ് വിസ നൽകിയത്. ആഭ്യന്തര ഉൽപ്പന്നങ്ങളുടെ വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി നിക്ഷേപങ്ങൾ ആകർഷിക്കുകയാണ് ദീർഘകാല വിസ പദ്ധതിയിലൂടെ അധികൃതർ ലക്ഷ്യമിടുന്നത്. ദീർഘകാല വിസ ലഭിക്കാൻ 2021 ഒക്ടോബർ മുതൽ മന്ത്രാലയത്തിന്റെ പോർട്ടൽ വഴി അപേക്ഷ സ്വീകരിച്ചു തുടങ്ങിയിരുന്നു. 5-10 വർഷത്തേക്കുള്ള വിസകളാണ് ഒമാൻ നിലവിൽ അനുവദിക്കുന്നത്. ദീർഘകാല വിസ ലഭിച്ചവർക്ക് പുതിയ രൂപത്തിലുള്ള റെസിഡന്റ് കാർഡ് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇൻവെസ്റ്റർ കാർഡ് എന്ന പേരിൽ ഗോൾഡൻ നിറത്തിലുള്ളതാണ് പുതിയ റെസിഡന്റ് കാർഡ്. 2022 ഒമാനിൽ ദീർഘകാല വിസ അനുവദിച്ചു തുടങ്ങിയത്. ആ സമയത്ത് എല്ലാവർക്കും നൽകിയതുപോലുള്ള റെസിഡന്റ് കാർഡുകളാണ് ദീർഘകാല വിസ ഉടമസ്ഥർക്കും നൽകിയിരുന്നത്. പുതിയ ഇൻവെസ്റ്റർ കാർഡിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ROPയുമായി ബന്ധപ്പെട്ട് 21 റിയാൽ ഫീസ് അടക്കണം. മീഡിയ 1, മസ്കത്ത്. കുവൈറ്റിൽ കഴിഞ്ഞ 4 വർഷത്തിനിടെ നാടുകടത്തിയത് 1,30,000 പ്രവാസികളെ. രാജ്യത്ത് പ്രാദേശിക നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിനും പ്രവാസികളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിന്റെയും ഭാഗമായാണ് നടപടി സ്വീകരിച്ചതെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ ജയിൽ വകുപ്പ് ഡയറക്ടർ ബ്രിഗേഡിയർ ജാസിം അൽ മിസ്ബാഹ് അറിയിച്ചു.
സൗദിയിലെ ജിദ്ദ നഗരത്തിലെ വാണിജ്യ കേന്ദ്രങ്ങളിലുള്ള കെട്ടിടങ്ങൾക്കായി നഗരസഭ കർശനമായ നിയമങ്ങളും വ്യവസ്ഥകളും പുറത്തിറക്കി. കെട്ടിടങ്ങളുടെ പുറം ഭംഗി, സുരക്ഷ എന്നിവ കണക്കിലെടുത്താണ് പുതിയ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരുത്തിയത്. ചട്ടങ്ങൾ പാലിക്കാത്ത കെട്ടിട ഉടമകൾക്കെതിരെ നടപടിയുണ്ടാകും. വാണിജ്യ തെരുവുകളിൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടങ്ങൾക്കാണ് പുതിയ ചട്ടങ്ങൾ ബാധകം. ഇതിലെ പ്രധാന വ്യവസ്ഥകൾ ഇവയാണ്. കെട്ടിടങ്ങൾക്ക് റോഡിലേക്ക് തുറക്കുന്ന തരത്തിൽ ജനലുകൾ ഉണ്ടാകരുത്. മാലിന്യം താഴേക്ക് വീഴാതിരിക്കാനാണിത്. കെട്ടിടങ്ങളുടെ ഭംഗി നഷ്ടമാക്കുന്ന തരത്തിലുള്ള ഒന്നും സ്ഥാപിക്കാൻ പാടില്ല. സ്പ്ലിറ്റ് എയർ കണ്ടീഷനുകളുടെ ഔട്ട്ഡോർ യൂണിറ്റ് റോഡിൽ നിന്നും കാണുന്ന തരത്തിലാക്കരുത്. പുറം ഭിത്തികളിൽ പൂപ്പലുകളോ പൊടിപിടിച്ച വസ്തുക്കളോ കാണാൻ പാടില്ല. ബാൽക്കണികളിൽ സാറ്റലൈറ്റ് ഡിഷുകൾ സ്ഥാപിക്കരുത്. ഇത് കെട്ടിടത്തിന് മുകളിൽ താഴെ നിന്നും കാണാത്ത രൂപത്തിലാകണം. കെട്ടിടത്തിന്റെ അതിരിനുള്ളിൽ മാത്രമേ പൂന്തോട്ടങ്ങൾ സ്ഥാപിക്കാനാവൂ. ബാൽക്കണികളിൽ തുണി അലക്കിയിടാനോ മറ്റു സാധനങ്ങൾ സൂക്ഷിക്കാനോ പാടില്ല. കെട്ടിടങ്ങളുടെയും വ്യാപാര കേന്ദ്രങ്ങളുടെയും സുരക്ഷയും റോഡിന്റെയും കെട്ടിടത്തിന്റെയും ഭംഗി നിലനിർത്താനും വേണ്ടിയാണ് പുതിയ ചട്ടങ്ങൾ. പാർക്കിംഗ് കേന്ദ്രങ്ങളുടെ രൂപത്തിൽ ലൈസൻസ് ലഭിച്ച ശേഷം മാറ്റം വരുത്താനും പാടില്ല. ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക റാമ്പ് കെട്ടിടങ്ങളിൽ നിർബന്ധമാണ്. കെട്ടിടത്തിന് പുറത്തുള്ള മാലിന്യ ടാങ്കുകൾ മൂടിവെക്കാനും ഇടിഞ്ഞ ഭിത്തികൾ പുനർനിർമ്മിക്കാനും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. മീഡിയ 1 ജിദ്ദ. ദുബൈ കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം കുവൈറ്റിലെത്തി. കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഗദ് യൂസഫ് അസബാവും ആഭ്യന്തര മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ സുപ്രധാന പുരോഗതി അവലോകനം ചെയ്യുന്നതിനും സംയുക്ത ഗൾഫ് സഹകരണം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ദുബൈ കിരീടാവകാശിയുടെ സന്ദർശനം. 2025 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബജറ്റിന് അംഗീകാരം നൽകി UAE മന്ത്രിസഭ. 71.5 ബില്യൺ ദിർഹം ചെലവും അത്ര തന്നെ വരുമാനവും കണക്കാക്കുന്ന ബജറ്റിനാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭ അംഗീകാരം നൽകിയത്. രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഫെഡറൽ ബജറ്റിനാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. ചെലവും വരുമാനവും സന്തുലിതമായ ബജറ്റിൽ സാമൂഹ്യക്ഷേമ പദ്ധതികൾക്കാണ് ഊന്നൽ. പെൻഷൻ അടക്കമുള്ള സുരക്ഷാ പദ്ധതികൾക്കായി 27.85 ബില്യൺ ദിർഹമാണ് നീക്കിവച്ചിട്ടുള്ളത്. ആകെ ബജറ്റിന്റെ 39% ഈ മേഖലക്കാണ്. സർക്കാർ കാര്യങ്ങൾക്കായി 25.57 ബില്യൺ ദിർഹം നീക്കിവച്ചു. ആകെ ബജറ്റിന്റെ 35.7%. സാമ്പത്തിക കാര്യങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കുമായി നീക്കിവെച്ചത് 2.58 ബില്യൺ ദിർഹം. ആകെ ബജറ്റിന്റെ 3.6% വരും ഇത്. ധനനിക്ഷേപങ്ങൾക്കായി 2.86 ബില്യൺ ദിർഹവും മറ്റു ഗവൺമെന്റ് ചെലവുകൾക്കായി 12.62 ബില്യൺ ദിർഹവും വകയിരുത്തിയിട്ടുണ്ട്. സാമൂഹ്യക്ഷേമ പദ്ധതിക്കു കീഴിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലക്ക് 10.91 ബില്യൺ ദിർഹവും ആരോഗ്യ മേഖലക്ക് 5.74 ബില്യണും വകയിരുത്തി. പെൻഷനു വേണ്ടി നീക്കിയിരുത്തിയത് 5.7 ബില്യൺ. പൊതുസേവന മേഖലക്കായി 1.74 ബില്യൺ നീക്കിവെച്ചു. 2024 സാമ്പത്തിക വർഷത്തെ ബജറ്റിനെ അപേക്ഷിച്ച് ചെലവിൽ 12% വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. ഫെഡറൽ ബജറ്റിന് പുറമെ ഓരോ എമിറേറ്റ്സിനും പ്രത്യേക ബജറ്റും രാജ്യത്ത് അവതരിപ്പിക്കാറുണ്ട്. മീഡിയ 1 ദുബൈ. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ടൂറിസം റോഡ് മാപ്പ് പുറത്തിറക്കി ഖത്തർ ടൂറിസം. 2030 പ്രതിവർഷം 60 ലക്ഷം വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയാണ് ലക്ഷ്യം. വിനോദസഞ്ചാരികൾക്ക് മികച്ച അനുഭവങ്ങൾ സമ്മാനിച്ച് അന്താരാഷ്ട്ര ടൂറിസം ഡെസ്റ്റിനേഷനായി മാറാനുള്ള തയ്യാറെടുപ്പിലാണ് ഖത്തർ. സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി വിവിധ പദ്ധതികളാണ് രാജ്യം ആവിഷ്കരിക്കുന്നത്. ഫോർമുല 1, സാംസ്കാരിക ഉത്സവങ്ങൾ, വെബ് ഉച്ചകോടി, ഫിഫ അറബ് കപ്പ് പോലെയുള്ള അന്താരാഷ്ട്ര പരിപാടികൾ ഉൾപ്പെടെ വരാനിരിക്കുന്ന നിരവധി ഇവന്റുകൾ ഉൾപ്പെടുത്തി 600-ലധികം പരിപാടികളാണ് റോഡ് മാപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത 6 വർഷം കൊണ്ട് പ്രതിവർഷം 60 ലക്ഷം സഞ്ചാരികളെയാണ് ഖത്തർ പ്രതീക്ഷിക്കുന്നത്. ഇതുവഴി സാമ്പത്തിക വൈവിധ്യവൽക്കരണവും പ്രധാന അജണ്ടയാണ്. കഴിഞ്ഞ വർഷം 40 ലക്ഷത്തിലധികം സന്ദർശകരാണ് ഖത്തറിലെത്തിയത്. ഫിഫ ലോകകപ്പിന് ശേഷം സഞ്ചാരികളുടെ വരവിൽ 26% വർധന. ചടങ്ങിൽ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽത്താനി പങ്കെടുത്തു. മീഡിയ 1 ദോഹ. സ്വകാര്യ മേഖലയിൽ തൊഴിൽ തേടുന്ന സ്വദേശികൾക്ക് പരിശീലനവുമായി ഖത്തർ തൊഴിൽ മന്ത്രാലയം. ഹൈസ്കൂൾ ഡിപ്ലോമ പൂർത്തിയാക്കിയവർക്കാണ് പരിശീലനം നൽകിയത്. ദോഹ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്രാജുവേറ്റ് സ്റ്റഡീസുമായി ചേർന്ന് കസ്റ്റമർ സർവീസ് എന്ന പേരിലാണ് പരിശീലന പരിപാടി തുടങ്ങിയത്. ഹൈസ്കൂൾ ഡിപ്ലോമ പൂർത്തിയാക്കിയ സ്വദേശികളും ഖത്തരി മാതാക്കളുടെ കുഞ്ഞുങ്ങളും പരിശീലന പരിപാടിയുടെ ഭാഗമാണ്. സ്വകാര്യ മേഖലയിൽ സ്വദേശിവത്കരണം നടപ്പാക്കാൻ അടുത്തിടെ ഖത്തർ തീരുമാനിച്ചിരുന്നു. ഈ തൊഴിൽ മേഖലയ്ക്ക് അനുസൃതമായി പുതിയ തലമുറയെ വാർത്തെടുക്കുകയാണ് കസ്റ്റമർ സർവീസ് ലക്ഷ്യമിടുന്നത്. പങ്കെടുക്കാൻ താൽപര്യപ്പെടുന്നവർ ഗ്വാദർ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യണം. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഫീൽഡ് ട്രെയിനിംഗ് ഉൾപ്പെടെ നൽകും.
അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സർട്ടിഫിക്കറ്റിനൊപ്പം സ്റ്റൈപ്പൻഡും നൽകുന്നുണ്ട്. ഖത്തർ ദേശീയ വിഷൻ 2030യുടെ ഭാഗമായി മാനവവിഭവശേഷിയുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവും പദ്ധതിക്കുണ്ട്. മീഡിയ 1 ദോഹ. സൗദിയിൽ നിന്നും പ്രവാസികൾ വിദേശങ്ങളിലേക്ക് അയക്കുന്ന പണമിടപാടിൽ ഓഗസ്റ്റിലും വർധന. ഓഗസ്റ്റിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 10% വർധനവാണ് രേഖപ്പെടുത്തിയത്. 1186 കോടി റിയാലിന്റെ പണമിടപാട് ഇക്കാലയളവിൽ രേഖപ്പെടുത്തി. സൗദി സെൻട്രൽ ബാങ്കാണ് കണക്കുകൾ പുറത്തുവിട്ടത്. 2024 ആഗസ്റ്റിലും പ്രവാസികളുടെ പണമിടപാടിൽ വർധനവ് രേഖപ്പെടുത്തിയതായി കണക്കുകൾ. സൗദി ദേശീയ ബാങ്കായ സാമ പുറത്തുവിട്ട കണക്കുകളിലാണ് വർധനവ്. ആഗസ്റ്റിൽ 1186 കോടി റിയാൽ രാജ്യത്തെ പ്രവാസികൾ വിദേശങ്ങളിലേക്ക് അയച്ചതായി റിപ്പോർട്ട് പറയുന്നു. ഇത് കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 10% കൂടുതലാണ്. 2023 ആഗസ്റ്റിൽ 1077 കോടി റിയാൽ രേഖപ്പെടുത്തിയിടത്താണ് വർധനവ്. എന്നാൽ 2024 ജൂലൈയെ അപേക്ഷിച്ച് ഓഗസ്റ്റിൽ ഇടിവ് രേഖപ്പെടുത്തി. ജൂലൈയിൽ 2 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് പണമിടപാട് എത്തിയിരുന്നു. 1291 കോടി റിയാൽ. സ്വകാര്യ മേഖലയിൽ വിദേശികളുടെ എണ്ണം വർദ്ധിച്ചതും മെച്ചപ്പെട്ട വേതന വർധനവ് നടപ്പിലായതും വിദേശികൾ അവധി ചിലവഴിക്കാൻ സ്വന്തം നാടുകളിലേക്ക് തിരിച്ചതും പണമിടപാട് വർദ്ധിക്കാൻ ഇടയാക്കിയതായി സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. 18 ദശലക്ഷം ടണ്ണിന്റെ നാഫ്ത വിതരണ കരാറിൽ ഒപ്പുവെച്ച ഖത്തർ എനർജിയും സിംഗപ്പൂർ ആസ്ഥാനമായ ഷെൽ ഇന്റർനാഷണലും. ഖത്തർ എനർജിയുടെ ഏറ്റവും വലിയ നാഫ്ത വിതരണ കരാറിനാണ് ഒപ്പുവെച്ചത്. 20 വർഷത്തേക്കാണ് കരാർ. അടുത്ത വർഷം ഏപ്രിൽ മുതൽ വിതരണം തുടങ്ങും. ക്രൂഡ് ഓയിലിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പെട്രോളിയം അനുബന്ധ ഉൽപ്പന്നമായ നാഫ്തയുടെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ 3ാമത്തെ കയറ്റുമതി രാജ്യമാണ് ഖത്തർ. ബഹ്റൈനിൽ 1,31,000 ലഹരി ഗുളികകൾ പിടികൂടി. ലബനാനിൽ നിന്ന് എയർ കാർഗോ വഴി ബഹ്റൈനിലേക്ക് കടത്താൻ ശ്രമിച്ച ലഹരി ഗുളികകളാണ് ആന്റി നാർക്കോട്ടിക് സംഘം പിടികൂടിയത്. വൻ അന്താരാഷ്ട്ര ലഹരിക്കടത്ത് സംഘത്തെയാണ് ബഹ്റൈനിൽ കഴിഞ്ഞ ദിവസം പിടികൂടിയത്. പിടിച്ചെടുത്തത് 6,40,000 ദിനാർ വില വരുന്ന ക്യാപ്റ്റഗൺ ലഹരി ഗുളികകളും. മെറ്റൽ പൈപ്പുകൾക്കുള്ളിലാക്കി ബഹ്റൈനിലേക്ക് കടത്താൻ ശ്രമിച്ച ലഹരി മരുന്നിന്റെ മൂല്യം ഏകദേശം 14 കോടി ഇന്ത്യൻ രൂപയ്ക്കും മുകളിലാണ്. ബഹ്റൈൻ എയർ കാർഗോ പോർട്ട് വഴിയാണ് മയക്കുമരുന്ന് കള്ളക്കടത്ത് നടത്താൻ ലഹരി മാഫിയ പദ്ധതിയിട്ടത്. എന്നാൽ കൃത്യമായ കണക്കുകൂട്ടലോടെ കെണിയൊരുക്കി കാത്തിരുന്ന ബഹ്റൈൻ ആന്റി നാർക്കോട്ടിക് ഡയറക്ടറേറ്റ് ലഹരി സംഘത്തിന്റെ സകല പദ്ധതിയും പൊളിച്ചെടുക്കുകയായിരുന്നു. ബഹ്റൈൻ ആന്റി നാർക്കോട്ടിക് ഡയറക്ടറേറ്റും എയർ കാർഗോ ഡയറക്ടറേറ്റ് ഓഫ് കസ്റ്റംസ് അഫയേഴ്സുമായി ചേർന്നുള്ള സംയുക്ത ഓപ്പറേഷനിലാണ് ലഹരിക്കടത്ത് സംഘത്തിന് പൂട്ടുവീണത്. ഖത്തർ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ഡ്രഗ് എൻഫോഴ്സ്മെന്റിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു കള്ളക്കടത്തുകാർക്കായി ബഹ്റൈൻ വലവിരിച്ചത്. മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന 38-കാരിയെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലബനാനിൽ നിന്നാണ് ലഹരി ഗുളികകൾ കയറ്റുമതി ചെയ്തതെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുന്നതിനുള്ള നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. ഷെഫി ഷാജഹാൻ, മീഡിയ 1, ബഹ്റൈൻ. കുവൈറ്റിൽ വിസ കച്ചവടം നടത്തിയ ഇന്ത്യക്കാർ അടക്കമുള്ള പ്രവാസികൾ പിടിയിൽ. റെസിഡൻസി തട്ടിപ്പുകളും മറ്റും നിയമവിരുദ്ധമായ നടപടികളും ശക്തമായി നേരിടുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. പ്രതികൾ സിറിയ, ഈജിപ്ത്, ഇന്ത്യ പൗരത്വമുള്ളവരാണ്. വ്യാജരേഖകൾ ചമച്ച് പണം വാങ്ങി റെസിഡൻസി നേടാൻ സൗകര്യമൊരുക്കലായിരുന്നു സംഘം ചെയ്തുകൊണ്ടിരുന്നത്. തുടർന്ന് തൊഴിലാളികളുടെ റെസിഡൻസി ഒരു പ്രത്യേക കമ്പനിയിലേക്ക് മാറ്റും. ഇതിനായി ഓരോ വിസ ട്രാൻസ്ഫറിനും തൊഴിലാളികളിൽ നിന്ന് 700 മുതൽ 1000 കുവൈറ്റ് ദിനാർ വരെ ഫീസ് ഈടാക്കുന്നതായും ആഭ്യന്തര മന്ത്രാലയം കണ്ടെത്തി. പ്രതികൾക്കും കമ്പനി ഉടമയ്ക്കുമെതിരെ നിയമ നടപടികളും സ്വീകരിച്ചു. കേസ് ജുഡീഷ്യൽ നടപടികൾക്കായി കൈമാറി. നേരത്തെ വിസ കച്ചവടം തടയാൻ ആഭ്യന്തര മന്ത്രാലയം ശക്തമായ നടപടി സ്വീകരിച്ചിരുന്നു. രാജ്യത്തെ ജനസംഖ്യാ അസന്തുലനത്തിന് പ്രധാന കാരണം വിസ കച്ചവടമാണെന്നാണ് വിലയിരുത്തൽ. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ബലദിലെ പുരാതന പൈതൃക സംരക്ഷണ പദ്ധതിയിൽ 233 കെട്ടിടങ്ങൾ ബലപ്പെടുത്തിയതായി ഹിസ്റ്റോറിക് ജിദ്ദ അതോറിറ്റി. 58 കെട്ടിടങ്ങൾ പൂർണ്ണമായും പുനർനിർമ്മിച്ചതായും സൗദി അതോറിറ്റി അറിയിച്ചു. ഇതിനകത്തെ ഖലീഫമാരുടെ കാലത്തെ ചരിത്ര പ്രദേശങ്ങൾ വീണ്ടെടുക്കുന്ന പദ്ധതിയും തുടരുകയാണ്. സൗദിയിലെ ഹിസ്റ്റോറിക് ജിദ്ദ പദ്ധതി ടൂറിസം ലക്ഷ്യം വെച്ചുള്ള സുപ്രധാന പദ്ധതിയാണ്. 233 കെട്ടിടങ്ങളാണ് ബലദിൽ ഇതിന്റെ ഭാഗമായി സംരക്ഷിക്കുന്നത്. 58 കെട്ടിടങ്ങൾ ഇതിൽ പൂർണ്ണമായും നവീകരിച്ചു. 35 തകർന്ന കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കുകയും ചെയ്തു. പ്രദേശത്ത് നടത്തിയ പുരാവസ്തു പരിശോധനയിൽ 25,000-ലധികം പുരാവസ്തുക്കളുടെ വിവിധ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. 4 ഭാഗങ്ങളിലാണ് ഇവ കണ്ടെത്തിയത്.
പ്രാചീന ഇസ്ലാമിക കാലഘട്ടത്തിലെ വസ്തുക്കളാണ് ഇത്. 7-ാം നൂറ്റാണ്ടിൽ നിന്നുള്ള ഉസ്മാൻ ബിൻ അഫ്ഫാൻ മസ്ജിദ് വീണ്ടെടുക്കുന്ന പദ്ധതിയും പുരോഗമിക്കുകയാണ്. അൽനദ മാർക്കറ്റ്, ഗോൾഡ് സ്ട്രീറ്റ് എന്നിവ പുതുക്കി നിർമ്മിച്ചതും പദ്ധതിയുടെ പ്രധാന സവിശേഷതയാണ്. അൽ-അർബഈൻ തടാകവും പുനഃസ്ഥാപിക്കും. ബലദിന്റെ സുരക്ഷ ഉറപ്പാക്കാനായി 937 സുരക്ഷാ ജീവനക്കാരെയും നിയമിച്ചിട്ടുണ്ട്. 2021 സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ആരംഭിച്ചതാണ് ഹിസ്റ്റോറിക് ജിദ്ദ പദ്ധതി. ജിദ്ദയെ ആഗോള പൈതൃക കേന്ദ്രമായി മാറ്റുന്നതാണ് ഈ പദ്ധതി. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്. തിരികെ വാർത്തകളിലേക്ക്. വാർഷിക വരിസംഖ്യ അടയ്ക്കാത്തവരുടെ ഫോൺ ലൈനുകൾ വിച്ഛേദിക്കുവാനൊരുങ്ങി കുവൈറ്റ് കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം. കുടിശ്ശിക ബാക്കിയുള്ളവർക്ക് സർക്കാർ ഏകജാലക സംവിധാനമായ സഹൽ ആപ്പ് വഴി നോട്ടിഫിക്കേഷൻ അയക്കും. തുടർന്നും വരിസംഖ്യ അടയ്ക്കാത്ത ഉപഭോക്താക്കളുടെ ലാൻഡ് ഫോൺ സേവനമാണ് നവംബർ 1 മുതൽ വിച്ഛേദിക്കുക. മന്ത്രാലയം വെബ്സൈറ്റ് വഴിയോ സഹൽ ആപ്പ് വഴിയോ കുടിശ്ശിക അടയ്ക്കുന്നതിനുള്ള സൗകര്യം ലഭ്യമാണെന്നും അധികൃതർ അറിയിച്ചു. ഒമാനിലെ മൊബൈൽ വരിക്കാരുടെ എണ്ണം 7 ദശലക്ഷത്തിന് മുകളിലെത്തി. ജൂലൈയെ അപേക്ഷിച്ച് ഓഗസ്റ്റിൽ വർദ്ധിച്ചത് 1.5 ലക്ഷം വരിക്കാരാണ്. അതേസമയം ലാൻഡ് ലൈൻ വരിക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ട്. ഒമാനിലെ ആകെ മൊബൈൽ വരിക്കാരുടെ എണ്ണം 2024 ഓഗസ്റ്റ് അവസാനത്തോടെ 71,80,657 ജൂലൈയിൽ ഇത് 70,58,619 ആയിരുന്നു. അതായത് 1.7% വർധനവ്. പ്രീപെയ്ഡ് ഉപഭോക്താക്കളാണ് കൂടുതൽ. ആകെ 7 ദശലക്ഷത്തിന് മുകളിലുള്ള മൊബൈൽ വരിക്കാരിൽ 5.08 ദശലക്ഷവും പ്രീപെയ്ഡ് ആണ്. പോസ്റ്റ് പെയ്ഡ് 2.09 ദശലക്ഷമാണ്. ഇതിന് വിപരീതമായി ഫിക്സ്ഡ് ലൈൻ വരിക്കാരുടെ എണ്ണം 4,37,900 കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഇത് 4,38,100 ആയിരുന്നു. അതായത് 0.05% ചെറിയ കുറവ്. ഇതിൽ തന്നെ 3,18,300 വരിക്കാർ ലാൻഡ് ലൈനിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരാണ്. 47.2% മസ്കറ്റാണ് മുന്നിൽ. ദോഫാർ 10.9% രണ്ടാമതും നോർത്ത് അൽബാത്തിന 10.4% മൂന്നാമതുമുണ്ട്. സ്ഥിരമായ ഇന്റർനെറ്റ് സേവന വരിക്കാരുടെ എണ്ണം ഓഗസ്റ്റ് അവസാനത്തോടെ 5,77,365 ഉയർന്നു. ജൂലൈയിലെ 5,77,240 നിന്ന് നേരിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 5,75,600 പേരും സ്ഥിരമായ ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ എടുത്തവരാണ്. അതേസമയം 1,700 വരിക്കാർ കുറഞ്ഞ വേഗതയുള്ള ഇന്റർനെറ്റാണ് ഉപയോഗിക്കുന്നത്. മീഡിയ 1, മസ്കറ്റ്. സംസാരശേഷിക്ക് വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി ആപ്പ് പുറത്തിറക്കിയ ദുബൈയിലെ മലയാളി സ്പീച്ച് തെറാപ്പിസ്റ്റുകൾ. ദുബൈയിൽ പുരോഗമിക്കുന്ന ആക്സസിബിലിറ്റി പ്രദർശനത്തിലാണ് സ്പീച്ച് സിങ്ക് എന്ന പേരിൽ ആപ്പ് പുറത്തിറക്കിയത്. പൂർണ്ണമായും UAE-യിൽ വികസിപ്പിച്ച ആദ്യ ഓഗ്മെന്റേറ്റീവ് ആൻഡ് ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷനാണിത്. ദുബായ് സ്പീച്ച് ക്ലിനിക്കിലെ മലയാളി സ്പീച്ച് തെറാപ്പിസ്റ്റുകളാണ് ഇതിനു പിന്നിൽ. To be very specific, we are the biggest speech therapy center in Dubai with 18 speech therapists and 18 Malayali speech therapists. Yes. യൂഷ്വലി നമ്മൾ സ്പെഷ്യൽ നീഡ്സ് പിള്ളേർ അവർ വിചാരിക്കുന്ന ഈ ആപ്പ് വെച്ച് കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. അതൊരു ഫൺ എലിമെൻറ്റും കൂടി ആവണം. അതിൽ ഗെയിംസ് ഉണ്ടാവണം. ആൻഡ് മോർ ഓവർ ഇറ്റ് ഷുഡ് ബി ദിയർ ഡിവൈസ് വെയർ ദേ ക്യാൻ എക്സ്പ്രസ് എവറിത്തിങ്. സോ അവർക്കൊരു എമർജൻസി വരുമ്പോൾ അതൊരു ടാപ്പ് ബട്ടൺ വെച്ചിട്ട് അവരുടെ ഫാമിലീസിന് അത് മെസ്സേജ് കൊടുക്കുന്ന പോലെ ഇതൊരു സെക്യൂരിറ്റി പോലെ തോന്നണം. ഭിന്നശേഷിക്കാർക്കായി നവീന ഉപകരണങ്ങൾ അവതരിപ്പിക്കുന്ന ആക്സസബിലിറ്റി പ്രദർശനത്തിൽ ദുബായ് ഹെൽത്ത് കെയർ സിറ്റി അധികൃതരാണ് ആപ്പ് പുറത്തിറക്കിയത്. വീഡിയോയുടെയും ചിത്രങ്ങളുടെയും സഹായത്തോടെ കുട്ടികളിൽ ആശയവിനിമയത്തിന് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നതാണ് സ്പീച്ച് സിങ്കിന്റെ പ്രത്യേകത. പിന്നെ പ്രിപ്പോസിഷൻസ് അതുപോലത്തെ ഒരുപാട് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ ബൂസ്റ്റ് ചെയ്യാനും ഈ ആപ്പ് സഹായിക്കും. പിന്നെയുള്ള മെയിൻ ഫീച്ചറാണ് നമ്മുടെ വോയിസ് കമാൻഡ്. വോയിസ് കമാൻഡിൽ നമ്മുടെ ഐഫോണിലൊക്കെ ഉള്ള പോലെ ഹേ സിരി ആഡ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആഡ് ആവും. സെയിം വേയിൽ നമ്മൾ ഇതിൽ യൂസ് ചെയ്ത കമാൻഡ് കൊടുത്താൽ ഇതൊക്കെ ലേറ്റസ്റ്റ് AI ഫീച്ചേഴ്സ് ആണ്. സംസാര വൈകല്യമുള്ള മകന്റെ ആശയവിനിമയത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ ആപ്പിലൂടെ കഴിഞ്ഞുവെന്ന് സിറിയക്കാരിയായ സാറ പറഞ്ഞു. He has apraxia. I want to give it a try. Maybe he will find a way to communicate or to express himself. And here where it was like a miracle what happened, because in a couple of months whatever we were trying to do the last 5 years, it happened and my son started to imitate the words from the application. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വിവിധ കഴിവുകൾ കണ്ടെത്താനും ഈ ആപ്പിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. മീഡിയ 1, ദുബായ്. സൗദി ദേശീയ ഗെയിംസിൽ സ്വർണം നേടിയ ഖദീജ നിസയെ റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം ആദരിച്ചു.
ഫോറത്തിന്റെ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങിലെത്തി. ഇന്ത്യൻ സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷഹനാസ് അബ്ദുൽ ജലീൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മഹർജാൻ മലയാളം എന്ന പേരിലായിരുന്നു റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറത്തിന്റെ ഓണാഘോഷ പരിപാടികൾ. പ്രസിഡന്റ് നസറുദ്ദീൻ വിജെ അധ്യക്ഷത വഹിച്ചു. റിയാദ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ചെയർപേഴ്സൺ ഷഹനാസ് അബ്ദുൽ ജലീൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നജീം കൊച്ചുകലുങ്ക് ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. സൗദി ദേശീയ ഗെയിംസ് ബാഡ്മിന്റണിൽ ഹാട്രിക് സ്വർണ്ണ മെഡൽ നേടിയ ഖദീജ നിസയെ പരിപാടിയിൽ ആദരിച്ചു. വിവിധ കലാപരിപാടികളും ആഘോഷങ്ങളും സദ്യയും ഓണാഘോഷത്തിന്റെ ഭാഗമായിരുന്നു. TM അഹമ്മദ് കോയ, നവാസ് റഷീദ്, ഷിഹാബ് കൊട്ടുകാടി എന്നിവർ ആശംസകൾ നേർന്നു. മീഡിയ ഫോറം മുൻ ഭാരവാഹികളെ പരിപാടിയിൽ ആദരിച്ചു. 20ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി റിംഫിന് കീഴിൽ ഇത്തവണ വിവിധ പരിപാടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഷംനാദ് കരുനാഗപ്പള്ളി, നൌഫൽ പാലക്കാടൻ, നാദിർ ഷാ റഹ്മാൻ, സുലൈമാൻ ഊരകം, ജയൻ കൊടുങ്ങല്ലൂർ, ജലീൽ ആലപ്പുഴ തുടങ്ങിയവർ നേതൃത്വം നൽകി. മീഡിയ 1 റിയാദ്. യൂത്ത് ഫോറം ഖത്തർ നസീം ഹെൽത്ത് കെയറുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ക്ലാസും വെള്ളിയാഴ്ച നടക്കും. നസീം മെഡിക്കൽ സെന്റർ, സീറിംഗ്, അൽവക്ര എന്നിവിടങ്ങളിൽ രാവിലെ 7 മണി മുതൽ 11 വരെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ക്യാമ്പിന്റെ ഭാഗമായി വിദഗ്ധ ഡോക്ടർമാരുടെ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകൾ നടക്കും. മുൻകൂർ രജിസ്റ്റർ ചെയ്തവർക്കാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ പ്രവേശനം ഉണ്ടായിരിക്കുക. ഖബ്ദിൽ നിന്ന് 8 കിലോഗ്രാം മയക്കുമരുന്നും പണവുമായി 3 പ്രതികളെ അറസ്റ്റ് ചെയ്തതായി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം. ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടർ ഖബ്ദിലെ ഫാമിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ പിടികൂടിയത്. അറസ്റ്റിലായ 3 പേരും രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്നവരാണ്. ഇവരെ നിയമ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി. കുവൈറ്റ് സിറ്റിയിൽ നടന്ന പരിശോധനയിൽ നിരവധി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ശുചിത്വ ലംഘനം അടക്കമുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. സ്ഥാപനങ്ങളിൽ നിന്ന് ഭക്ഷ്യയോഗ്യമല്ലാത്ത വസ്തുക്കൾ പിടിച്ചെടുത്തു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒമാനിലെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട ഒമാൻ വിംഗ് സംഘടിപ്പിച്ച മഞ്ഞപ്പട സൂപ്പർ കപ്പ് സീസൺ 2 പരിസമാപ്തി. ഒമാനിലെ മബേലയിലെ അൽഷാദി ഗ്രൗണ്ടിൽ നടന്ന ടൂർണമെന്റ് ഒമാൻ പ്രതിരോധ സേനയിലെ സുൽത്താൻ ആംദഫൂസ് തലവൻ ഉദ്ഘാടനം ചെയ്തു. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 16 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. ആവേശകരമായ ഫൈനലിൽ യുണൈറ്റഡ് കാർഗോ FCയെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി മഞ്ഞപ്പട ഒമാൻ FC ജേതാക്കളായി. മത്സരത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ ചിത്രകലയിലെ കഴിവുകളിൽ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയ സുനിൽ മോഹൻ, അലിയ സിയാദ് എന്നിവരെ ആദരിച്ചു. ഖാദിസിയ മദ്രസ വിദ്യാർത്ഥികളുടെ മീലാദ് ഫെസ്റ്റായ ഫ്രീസിയ 2024 സമാപനമായി. സൗദിയിലെ ഖമീസ് മുശൈത്തിൽ സംഘടിപ്പിച്ച ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ഷിഫ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ജലീൽ നിർവഹിച്ചു. പരിപാടിയിൽ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അടൂർ ഖത്തർ അലുമിനി ഓണാഘോഷം സംഘടിപ്പിച്ചു. കേരള പ്രവാസി വെൽഫെയർ ബോർഡ് ഡയറക്ടർ EM സുധീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ പ്രവർത്തന നിയമാവലി ഖത്തർ എഞ്ചിനീയേഴ്സ് ഫോറം ജനറൽ സെക്രട്ടറി സാക്കിർ ഹുസൈൻ പ്രകാശനം ചെയ്തു. സിനിമാ താരം ഹരി പ്രശാന്ത് മുഖ്യ അതിഥിയായിരുന്നു. പ്രസിഡന്റ് പ്രശാന്ത് മാത്യു അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളുടെ ബഹ്റൈനിലെ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ വെള്ളിയാഴ്ച നടക്കും. ഒന്നിച്ചോണം നല്ലോണം എന്ന പേരിൽ ഒരുക്കുന്ന പരിപാടികൾ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 വരെ മനാമ പാപ്പലോൺ റെസ്റ്റോറന്റ് ഹാളിലാണ് നടക്കുക.